ഇന്ന് നമ്മുടെ കൂടെ പ്രിയ തമ്പിയങ്കിൾ കടന്നു വന്നിട്ടുണ്ട്. തമ്പിച്ചാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മിഷൻ യാത്രയിലായിരുന്നു. അതിനുശേഷം ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ, തൻ്റെ ചില അനുഭവങ്ങൾ പങ്കിടാനായിട്ട് സമയം മാറ്റിവെക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. എപ്പോഴും സുവിശേഷകനെന്ന് മാത്രം അറിയപ്പെടാൻ, അല്ലെങ്കിൽ മിഷണറി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തമ്പിയങ്കിൾ. തമ്പിയങ്കിളിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. ഈ സുവിശേഷകൻ അല്ലെങ്കിൽ മിഷണറി എന്ന് മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സെമിനാരിലൊക്കെ പഠിച്ചെങ്കിലും അങ്ങനെ ഒരു ടൈറ്റിൽ മാത്രം അറിഞ്ഞാൽ മതി എന്ന് താല്പര്യപ്പെടാൻ കാരണം എന്താണ്? ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ഏർപ്പെട്ടിരിക്കുന്നതും സുവിശേഷ സംബന്ധമായ വിഷയങ്ങളായതുകൊണ്ടും സുവിശേഷമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയം എന്നുള്ളതുകൊണ്ടും സുവിശേഷകൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു മിഷണറി എന്നോ സുവിശേഷകൻ എന്നോ പറയപ്പെടുന്നതിലാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജോലിയൊക്കെ കളഞ്ഞ, അല്ലെങ്കിൽ സുവിശേഷ വേല, മിഷണറി പ്രവർത്തനം തിരഞ്ഞെടുക്കാൻ കാരണം? കാരണം മസ്കറ്റിലൊക്കെ കുറേ വർഷം ജോലി ചെയ്തല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞാനുള്ള അനുഭവം വല്ലതും ഉണ്ടോ? എന്താണെന്ന് പറയാമോ? ശുശ്രൂഷയെക്കുറിച്ചും അതുപോലെ തന്നെ സുവിശേഷീകരണത്തെ സംബന്ധിച്ചും ചെറുപ്പം മുതലേ, ബാല്യം മുതലേ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു ഞാൻ കോഴഞ്ചേരി കോളേജിൽ പഠിക്കുന്ന സമയം മുതലാണ് ഈ സുവിശേഷത്തിൻ്റെ ആ വലിയ ഒരു ദൗത്യത്തെക്കുറിച്ചും അതിൻ്റെ ആഴത്തെക്കുറിച്ചും മനസ്സിലാക്കുവാനിടയായിത്തീർന്നത്. കോഴഞ്ചേരി കോളേജിൽ പഠിക്കുന്ന ആദ്യ സമയങ്ങളിൽ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ അതുപോലുള്ള KSU സംബന്ധമായ പ്രവർത്തനങ്ങളിൽ വളരെ വ്യാപൃതനായിരുന്നു. മുദ്രാവാക്യം വിളിച്ച് തൊണ്ടയൊക്കെ അടച്ച് വീട്ടിൽ വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എത്രമാത്രം ധീരതയോടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടോ അതിനപ്പുറമായി ഒരു ധീരമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ദൈവം എന്നെ സുവിശേഷ കൃപയിലേക്ക് നടത്തിയത്. കോഴഞ്ചേരി കോളേജിലായിരുന്നപ്പോൾ എല്ലാ ക്ലാസ് റൂമുകളിലും പോയി സുവിശേഷം അറിയിപ്പാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ ജോസഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നതാണ്. അദ്ദേഹവും ഒരുമിച്ച് ഞങ്ങൾ ക്ലാസ് റൂമിൽ പോയി, എല്ലാ ക്ലാസ് റൂമിലും പോയി സുവിശേഷം അറിയിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഉച്ച സമയം പെട്ടെന്ന് ലഞ്ച് കഴിക്കും, പിന്നെ ബാക്കിയുള്ള സമയം സുവിശേഷം അറിയിക്കുവാൻ ക്ലാസ് റൂമിൽ ഓടിപ്പോകുമായിരുന്നു. ഈ കോളേജിൻ്റെ സമയത്ത് ICPF-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ മൂവ്മെൻറ്റുകൾ അച്ഛൻ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ICPF അന്ന് തുടക്ക സമയമാണ്. പ്രൊഫസർ മാത്യു പി തോമസ് അദ്ദേഹമാണ് അതിൻ്റെ ഫൗണ്ടർ. എൻ്റെ അറിവനുസരിച്ചും മർത്തോമ കോളേജിലും SB കോളേജ് ചങ്ങനാശ്ശേരിയിലും അന്ന് ICPF-ൻ്റെ തുടക്കം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കോഴഞ്ചേരി കോളേജിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ആരംഭിച്ചു. അതിനുശേഷം ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ICPF-ഉമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുവാൻ കൊണ്ടുപിടിയായി തീർന്നു. ആയതിനു ശേഷം ICPF ഞങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് കോളേജിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുവാനിടയായിരുന്നു. 1 ഡേ കോൺഫറൻസസ്, അതുപോലെ തന്നെ സുവിശേഷീകരണം, ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ സുവിശേഷീകരണം, ഇതെല്ലാം ചെയ്യുവാനിടയായി തീർന്നു. ഒരു യങ്ങായിട്ടുള്ള ആളെന്ന നിലയിൽ ആ കോളേജ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സുവിശേഷം അല്ലെങ്കിൽ ക്ലാസ് റൂമിലെല്ലാം ചെന്ന് സുവിശേഷം പറയുക, ആൾക്കാർ ഭവനങ്ങൾ കയറുക, അതൊക്കെ ഇപ്പോഴത്തെ നിലയിൽ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോഴത്തെ നിലയല്ല, അന്നത്തെ നിലയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ആ ഒരു മോട്ടിവേഷൻ കിട്ടാനുള്ള കാരണം? ഞാൻ ഒരു രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നതിന് മുമ്പേ ബൈബിൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന വലിയ നാണക്കേട് പോലെ കരുതിയിരുന്നു. എൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ പലപ്പോഴും ഈ ബൈബിള് മനോരമയ്ക്കകത്ത് പൊതിഞ്ഞ് എൻ്റെ സ്നേഹിതരാരും കാണാതെ പോയ സമയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷത്തിൻ്റെ വിത്ത് എൻ്റെ പാകപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഭയമെല്ലാം മാറിപ്പോയി. എൻ്റെ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതും അതൊരു വിഷയമായി തീർന്നില്ല. ഞാനും ജോസഫും കൂടെ, ജോസഫ് ബ്രദറും കൂടെ, ഇന്ന് അദ്ദേഹം ഒരു കർത്താവിൽ ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൻ്റെ താഴെ ഒരു 2000-ഓളം കുട്ടികൾ കടന്നു വരുന്ന പാതയിൽ അവിടെ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും വലിയ തോളിൽ സഞ്ചിയിൽ നിറച്ച് ട്രാക്റ്റുമായിട്ട് നിന്നിട്ട് ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ
അത് വലിയൊരു ഒരു ഒരു പ്രേരക ശക്തി ദൈവം ഞങ്ങളിലേക്ക് തന്ന സുവിശേഷത്തിൻ്റെ ഒരു ആത്മാവാണ്. അന്നു മുതൽ ഇന്ന് വരെ ഒട്ടും അത് കെട്ടുപോകാതെ ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. ഈ പെന്തക്കോസ് ചർച്ചകളൊക്കെ ഇല്ലാതിരുന്നൊരു സമയമാണല്ലോ, പ്രത്യേകിച്ച് കോഴഞ്ചേരിയിലൊക്കെ എനിക്കൊന്നും ഒരു ചർച്ച കണ്ട് കഷ്ടിച്ചേ ഉള്ളായിരുന്നു. അപ്പം അന്ന് ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചലഞ്ചുകൾ നേരിട്ടായിരുന്നു ഇപ്പോഴത്തെ? അന്ന് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥന നടക്കുവാൻ അവിടെ ആരും സ്ഥലം തരത്തില്ലായിരുന്നു. എന്നാൽ അവിടെ കോശിച്ചാൻ നടത്തിക്കൊണ്ടിരുന്ന ലോഡ്ജിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നു. ഞങ്ങൾ ആ ലോഡ്ജിൽ ചില മാസങ്ങൾ പ്രാർത്ഥന നടത്തി. അപ്പോൾ അവിടെ ഭയങ്കര എതിർപ്പുണ്ടായി. അവിടെ നിന്ന് ഞങ്ങളെ പുറത്താക്കി. അതിനുശേഷം ഞങ്ങൾ കുഞ്ഞുഞ്ഞി ചേട്ടൻ്റെ കാപ്പിക്കട, ഒരു ഓപ്പൺ കാപ്പിക്കടയാണ്, ആ കാപ്പിക്കടയിൽ ഞങ്ങൾ ചോദിച്ചു വാങ്ങി. അവിടെ കുഞ്ഞുഞ്ഞി ചേട്ടൻ ഞങ്ങളെ അനുവദിച്ചു, അവിടെ പ്രാർത്ഥന നടത്തി. ഞാനിപ്പോഴും വളരെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുഞ്ഞി ചേട്ടൻ്റെ പല വിഷയങ്ങളിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവം ചില വിഷയങ്ങൾ കർത്താവ് വിടുതൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞുഞ്ഞി ചേട്ടൻ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, തമ്പി, ദൈവം ഇത്ര ഭയങ്കരനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും മാറി സിസ്റ്റർ രമണിയുടെ ഭവനത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ മാറ്റി. ആ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ അതൊരു ഓല മേഞ്ഞ പെരയായിരുന്നു. ആ പുരയ്ക്കകത്ത് ഞങ്ങൾ പ്രാർത്ഥന നടത്തി. ചില സമയങ്ങളിൽ മഴ പെയ്യുമ്പോൾ ചോർന്നൊലിച്ചു. അവിടെ മെയ്യുവാൻ ഉള്ളതായ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞാനും ജോസഫും കൂടെ അവിടെ കുമ്പനാടിനപ്പുറത്ത് കല്ലുമാലി ഇറക്കത്തിൽ അവിടെ ഒരു ഓല മെടഞ്ഞ് വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് മെടഞ്ഞ ഓല വാങ്ങി ഉന്തുവണ്ടി നിറച്ച് അതിൽ കയറ്റി ഞങ്ങൾ വേറെ 2 പേരെ കൂടെ കൂട്ടി 4 പേർ ഒരുമിച്ച് ഉന്തുവണ്ടി ഉന്തി ഇവിടെ കോഴഞ്ചേരിയിൽ കൊണ്ടുവന്നു. കുമ്പനാട് കോഴഞ്ചേരിക്ക് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അല്ല, ഒരു 5-6 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. ഐ തിങ്ക് സോ. എനിക്കൊന്നൊരു 8 കിലോമീറ്ററെങ്കിലും മിനിമം കാണും. 6-7 കിലോമീറ്റർ കാണും. എന്നാൽ ഈ കോഴഞ്ചേരി കോളേജിന്റെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു കയറ്റം. ഞങ്ങൾ 4 പേര് ഉന്തുവണ്ടി ഭയങ്കര ലോഡ്, ഹെവി ലോഡ് വലിച്ച് ഞങ്ങൾ പകുതി ചെന്നപ്പോൾ വണ്ടി പുറമോട്ട് പോകാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് വളരെ മെലിഞ്ഞ് ഒരു കൃഷകാത്രനാണ്. അതുകൊണ്ട് എന്നാലും മനസ്സിൽ ഭയങ്കര ധൈര്യമായിരുന്നു. ചെയ്യണമെന്നുള്ള വലിയൊരു ഉത്തേജനം ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ഒരു കണക്കിന് ഉന്തി ഈ വണ്ടി മേളിലെത്തിച്ച് ഓലച്ച്. അന്ന് റോഡില്ല അവിടെ. ആ ഒരു 1/2 കിലോമീറ്ററോളം ഈ ഓല ചുമന്നുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. അത് മേയുവാനുള്ള പദ്ധതി തയ്യാറാക്കി. അവിടെ ഞങ്ങൾ ശക്തമായ പ്രാർത്ഥന, ഒരു 20-25 സ്റ്റുഡൻസ് സ്ഥിരം ഉച്ചയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ എണ്ണമൊക്കെ കുറവാണ്. പ്രത്യേകിച്ച് യൗവനക്കാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ കുറഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ നമുക്ക് എന്താ അത് ചെയ്യാൻ ഒക്കുന്നത്? ആത്മീക തീഷ്ണം നഷ്ടപ്പെട്ടതാണോ? ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു തീ കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളത് ശക്തമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കോൺഫറൻസ് നടത്തി ഒരു വിഷയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നൊക്കെ ഒരു 10 രൂപയൊക്കെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. 1973-74. അപ്പോൾ എനിക്കൊന്ന് 1 പൈസയും 2 പൈസയും ഒക്കെ അല്ല, രൂപയാണ്. എന്നാൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ശക്തമായി എന്നോട് ഒരു നമ്പർ എൻ്റെ മുമ്പിൽ തന്നു. അതിതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 368. അപ്പോൾ ഈ നമ്പർ തന്നു. പക്ഷെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഞങ്ങളുടെ കോൺഫറൻസ് കഴിഞ്ഞ് ഞങ്ങളുടെ ടോട്ടൽ എമൗണ്ട് കിട്ടിയത് നോക്കിയപ്പോൾ 368 രൂപയായിരുന്നു. ഞങ്ങളുടെ ചെലവ് കഴിഞ്ഞ് പിന്നെ കുറച്ച് പായൂടെ വാങ്ങിക്കാനുള്ള പണവും ദൈവം തന്നു. ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഫണ്ട് ആവശ്യമാണ്. പക്ഷേ ഇതൊന്നും കാണാതെ തന്നെ അങ്ങനെ മുമ്പോട്ടിറങ്ങാനുള്ള ഒരു പ്രേരണ എങ്ങനെയാണത്? അങ്ങനെ നമ്മളെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഹൃദയത്തിൽ ഒരു ധൈര്യവും ഉറപ്പും നിശ്ചയമുണ്ടെങ്കിലുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ദൈവിക വിഷയത്തിലാണെങ്കിൽ
ദൈവം അത് നടത്തിത്തരും. നമ്മൾ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. ഭയത്തിന് ദൈവസന്നിധിയിൽ അവിടെ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പെടുത്താൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ യാതൊരു ഭയം കൂടാതെ സ്റ്റെപ്സ് എടുത്തു വെക്കാനുള്ളതായ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് പ്രേരിപ്പിക്കും. നമുക്ക് ദൈവം ഉത്തേജനം തരും. ദൈവം നമുക്ക് നല്ല ഇൻസ്പിറേഷൻ നൽകി തരും. ആ ഇൻസ്പിറേഷൻ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അത് മതി. പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റിൽ അധികായകന്മാരായ ഒത്തിരി ദൈവദാസന്മാരുണ്ട് ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള. അങ്ങനെയുള്ള ആരോടെങ്കിലുമൊക്കെയുള്ള ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ? ഞാൻ കുമ്പനാട്ട് ജനിച്ചു വളർന്നതുകൊണ്ട് കുമ്പനാട് IPC ചർച്ചിലുള്ള അവിടെ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിലുള്ള എല്ലാ കർത്താവിൻ്റെ ദാസന്മാരുമായിട്ടും ചെറുപ്പം മുതലേ ബന്ധപ്പെടുവാൻ കാണുവാനൊക്കെ ഇടയായി തന്നിട്ടുണ്ട്. പാസ്റ്റർ KE എബ്രഹാം, പാസ്റ്റർ TG ഉമ്മൻ, പാസ്റ്റർ CK ഡാനിയൽ, പാസ്റ്റർ VT ജോസഫ്, ഇവരെ എല്ലാം അടുത്തറിയുവാൻ കർത്താവ് കൃപ തന്നു. പാസ്റ്റർ VT ജോസഫ് ഞാൻ മസ്കറ്റിലായിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പാസ്റ്റർ PM ഫിലിപ്പ്, ഇവരെയൊക്കെ വളരെ അടുത്തറിയുവാനും. അതുകൂടാതെ ഞാനും ഞങ്ങളുടെ സ്നേഹിതർ, കുമ്പനാട്ടുള്ള സ്നേഹിതന്മാരും പോസ്റ്റ്മാൻ ബേബിച്ചാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഞങ്ങൾ കൂടി വളരെ പ്രവർത്തനങ്ങൾ കുമ്പനാട്ട് ചെയ്യുവാനിടയായി തന്നു. എല്ലാ വർഷവും ഒരു യുണൈറ്റഡ് കൺവെൻഷൻ ഞങ്ങൾ നടത്തുമായിരുന്നു. അപ്പോൾ ഈ യുണൈറ്റഡ് കൺവെൻഷൻ അന്നെങ്ങും ഈ യുണൈറ്റഡ് എഫേർട്സ് ഒന്നും ഇല്ല. IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ, അസംബ്ലീസ് ഓഫ് ഗോഡ്, അങ്ങനെ വേർപെട്ടുള്ള. പക്ഷെങ്കിൽ ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ചേർത്ത് കൺവെൻഷൻ നടത്തുവാൻ പാസ്റ്റർ PD ജോൺസൺ, പാസ്റ്റർ PM ഫിലിപ്പ്, പാസ്റ്റർ ഡാനിയൽ പാസ്റ്റർ ഫ്രം പുനലൂർ, ഇവരെ എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ കൺവെൻഷൻ നടത്തുമായിരുന്നു. ഈ KE എബ്രഹാം സാറിനെ കുറിച്ച് ഇന്ന് ഇവിടുത്തെ സ്ട്രീറ്റ് പ്രീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഒരു അനുഭവം പങ്കിട്ടായിരുന്നല്ലോ. അത് വളരെ ടച്ചിങ് ആയിരുന്നു. കാരണം KE എബ്രഹാം എന്ന് പറയുന്നൊരു വലിയ ലീഡറിൻ്റെ വലിയൊരു ഗുണം, ഒരു സ്വഭാവം, ആ സംഭവം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇതുപോലെ കൺവെൻഷൻ നടക്കുമ്പോൾ ഹെബ്രോനിൽ ചെന്നിട്ട് അപ്പച്ചനെ കണ്ടിട്ട് അവിടെ നിന്ന് ഈ തൂണ്, പന്തലിനുള്ള തൂണൊക്കെ വാങ്ങിക്കും, അതിന് എടുക്കും. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ യൗവനക്കാരെല്ലാം കൂടെ അപ്പച്ചനെ കാണുവാൻ അവിടെ ചെന്ന് അവിടെ എബ്രോൻ പുരത്ത് ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളോട് കുശല പ്രശ്നം ചെയ്ത് ഞങ്ങൾ ചുറ്റിലിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ചാരുകസേരയിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുമ്പനാട്ട് സാധാരണ സുവിശേഷം അല്ലെങ്കിൽ സ്ട്രീറ്റിൽ പ്രീച്ച് ചെയ്യുന്ന വളരെ അതികായനായ നല്ല കറുത്ത നല്ല സുമുഖനായ ഒരു വ്യക്തി സ്ഥിരം കുമ്പനാട്ട് പ്രീച്ച് ചെയ്യുന്നതാണ്. ആരും വലിയ കാര്യമായിട്ടൊന്നും ഗവനിക്കാറില്ല. പക്ഷെങ്കിൽ ഇദ്ദേഹം അവിടെ വന്ന് ആ വീടിൻ്റെ മുന്നിൽ അവിടെ നിന്ന് ഒരു ഭിക്ഷക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു യാചകനെ പോലെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ KE എബ്രഹാം ഈ മനുഷ്യനെ അവിടെ ദൂരവേ കണ്ടു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഇദ്ദേഹത്തിന് സ്വീകരിച്ചു, കൈ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മോ ഇനി വന്നേ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുക്കുക. അതെന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. വളരെ ലളിതമായ അല്ലെങ്കിൽ എളിയവനായ ഒരു മനുഷ്യൻ, ആരും വലിയ കൺസിഡറേഷൻ കൊടുക്കാത്തൊരു മനുഷ്യനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ പറഞ്ഞത് ഒരു വലിയ ഒരു സംഭവമായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ, കുഞ്ഞു ഹൃദയത്തിൽ അത് വളരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നേതൃത്വം അല്ലെങ്കിൽ നേതാക്കളെ ഇന്ന് കാണാൻ കഴിയുന്നില്ല. കാരണം ചെറിയ പൊസിഷൻ ഉള്ളെങ്കിലും അവരാണ് വലിയ ആളുകൾ എന്നൊക്കെ ധരിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും. ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ കാര്യമാണ്. ആ വിഷയത്തിലേക്കൊന്നും കയറുവാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെങ്കിൽ ഒന്ന് ഞാൻ പറയാം, നമ്മളെല്ലാം വി ഹാവ് ടു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവൻ. ക്രിസ്തു എന്താണ് ചെയ്തത്? എളിയവരെയും ദരിദ്രരെയും പീഡിപ്പിക്കപ്പെട്ടവരെയും ഒക്കെ കരുതുന്ന ഒരു ക്രിസ്തുവായിരുന്നു. ഒരിക്കലും ധനവാന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നത് വേറൊരു വിഷയം, വളരെ വളരെ കഷ്ടം, വളരെ ദുർലഭം. എന്നാൽ അതാ വിധവയായ സ്ത്രീ അല്ലെങ്കിൽ ആ 2 വെള്ളിക്കാശ് കൊടുത്ത ആ സ്ത്രീ, അതൊക്കെ എന്ന് പറയുന്നത് വലിയ വലിയ അത്ഭുതത്തിൻ്റെ വാക്കുകളല്ലയോ? കർത്താവ് എപ്പോഴും എളിയവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം.
ഞാൻ ഒരു കാര്യം പറയാം, എന്നോട് ചോദിച്ചുകൊണ്ട് പറയാം. ഇന്ന് നമ്മുടെ ലീഡർഷിപ്പ് ആ ഒരു സ്വഭാവത്തിലേക്ക് വന്നാൽ നമുക്ക് സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ നടത്തിയെടുക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് അച്ഛൻ ഈ ഒത്തിരി ബുദ്ധിമുട്ടുന്നത്? ഇപ്പോൾ സ്ട്രീറ്റ് പ്രീച്ചേഴ്സായിട്ടുള്ള കുറേ ആളുകളെ കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടി, അവരുടെ കാര്യങ്ങൾ അറിയാൻ, അവരുടെ കൂടെ നിൽക്കാനൊക്കെ ഒരു മനസ്സ് കാണിച്ചു. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഞാൻ പലപ്പോഴും അച്ഛൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന മിഷൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ആളുകളാണ്. അവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ, അവരുടെയൊക്കെ വീട്ടിൽ പോയി താമസിക്കാൻ ഒക്കെ മനസ്സ് കാണിക്കുന്നുണ്ട്. എങ്ങനെ അങ്ങനെ ഒരു ഹാർട്ട് കിട്ടിയത്? അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളുണ്ടോ? അങ്ങനെയൊക്കെ താമസിച്ച അനുഭവങ്ങൾ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ വടക്കേ ഇന്ത്യയിൽ വളരെ മാസങ്ങൾ അവിടെ പ്രവർത്തിക്കുവാനും അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന്, അതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറയാം. ഇതിനു മുമ്പ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടൊരു ലോങ് മിഷൻ ട്രിപ്പിന് വേണ്ടി വരുമ്പോൾ ഡോക്ടർ തോമസ് മാത്യു രാജസ്ഥാൻ, അദ്ദേഹവുമായിട്ട് ഞാൻ ഒരു വില്ലേജിൽ പോയി. അപ്പോൾ ആ വില്ലേജിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണ് അവരവിടെ തന്നത്. പക്ഷെങ്കിൽ ഈ ഭക്ഷണം തന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. അവിടെ ഭക്ഷണം തന്നപ്പോൾ ചിക്കൻ്റെ കറിയാണെന്നും പറഞ്ഞാണ് തന്നത്. പക്ഷേ ആ ചിക്കൻ കറിക്കകത്ത് ഈ കോഴിയുടെ കാലുണ്ട്, പിന്നെ അതിൻ്റെ ആ നഖമുള്ള വിരലുകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ആകെപ്പാടെ അങ്ങ്, നമ്മൾ ഇതൊന്നും കണ്ടിട്ടുള്ള ഇത് കണ്ടപ്പോൾ ആകെപ്പാടെ അങ്ങ് വെമ്പി. അന്നേരം എന്നോട് തോമസ് മാത്യു പാസ്റ്റർ പറഞ്ഞു, തമ്പി സാബ് ഡരോ മത്, അബ് ഖായിയേ, പേടിക്കണ്ട, കഴിച്ചോ. ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ സ്നേഹിക്കണം. അദ്ദേഹം ഡോക്ടർ തോമസ് മാത്യു ഒരു വലിയ വലിയ വിശാല ഹൃദയനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള സഹകരണം, അദ്ദേഹവുമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ ജീവിതത്തെയും വളരെ മാറ്റിമറിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോഴൊക്കെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, താൻ ഈ സാധാരണക്കാരെ കെട്ടിപ്പിടിച്ച് അവരെ വന്ദനം ചെയ്ത്, അവരെ ആലിംഗനം ചെയ്ത്, അവരോട് സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇന്ന് ഇതൊന്നും കാണാനില്ല. ഞാൻ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും എനിക്ക് ഐ ആം നോട്ട് റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മാറി മാറി നിൽക്കേണ്ട. ഇവരെയൊക്കെ കാണുമ്പോഴും ഞാൻ പോയി കെട്ടിപ്പിടിച്ച് അവരെ ഹാലിംഗനം ചെയ്ത്, ഹഗ് ചെയ്ത്, ഷേക്ക് ഹാൻഡ് കൊടുക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിഹൗ, നമ്മൾ ഈ ചില വില്ലേജുകളിലൊക്കെ ചെല്ലുമ്പം സഹോദരിമാരെല്ലാം വന്ന് നമുക്ക് കൈ തരും. ഇവർ പക്ഷേ അവരുടെ തോളത്ത് ചിലപ്പം ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവരാ കുഞ്ഞിനെ, അവർക്ക് ഇന്നുള്ളതുപോലെ വൈപ്പോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ കുഞ്ഞുങ്ങളെ ഒന്നുകിൽ അവർ തുണി ചുറ്റിയായിരിക്കും കൊണ്ടുവരുന്നത്. ആ കുഞ്ഞുങ്ങൾ മലമോ മൂത്രമോ വിസർജിച്ചാൽ അത് തൂത്ത് കളയാൻ ഒന്നുമില്ല. പക്ഷേങ്കിൽ അവ ഒന്നിൽ കൈകൊണ്ട് തൂത്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് അതേ കൈകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കൈ തരുന്നത്. അത് കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ മാറി നിൽക്കത്തില്ല. പിന്നെയോ അന്നേരം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇത്രയൊക്കെ വിഷയങ്ങൾ അങ്ങനെയൊക്കെ വന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരസുഖങ്ങൾ ഉണ്ടാകുവാനോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുവാനോ ഒന്നും ദൈവം ഇടയാക്കിയിട്ട്, ഞാൻ എന്ത് പറഞ്ഞത് കൊണ്ട് നമ്മൾ ക്ലീൻലിനെസ് കാണരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞിട്ട് വി ഹാവ് ടു. പക്ഷേ ഇന്ന് അതല്ല വിഷയം. അവിടെ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വില്ലേജസ് ആൻഡ് ഏരിയാസ് ദാറ്റ് വി ക്യാൻ സീ ദാറ്റ്. നമുക്കവിടെ കാണാൻ കഴിയും. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് സാനിറ്റൈസർ അടിച്ച് വെച്ച് ക്ലീൻ ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും മിഷൻ സ്റ്റേഷനിലേക്ക് പോകുന്ന പല ആളുകളും. എന്നാൽ അമേരിക്കയിൽ ഇത്രയും വർഷം ജീവിച്ചിട്ട് അവിടേക്ക് ചെല്ലുക, അവരുടെ കൂടെ താമസിക്കുക, അവരുടെ വീടുകളിൽ താമസിക്കുക. എൻ്റെ സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഈ വലിയ വലിയ പ്രീച്ചേഴ്സായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ, അവരൊക്കെ വന്ന് വലിയ ഹോട്ടലിൽ താമസിക്കും, എന്നിട്ട് വന്ന് പ്രീച്ച് ചെയ്തിട്ട് അവരുടെ ഷോ കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാം. അവർക്ക് മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു മനുഷ്യനോട് ചേർന്ന്, മനുഷ്യരുമായിട്ട് ഒരുമിച്ച് അവരോട് ചേർന്ന് പ്രവർത്തിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സോ വി ഷുഡ് ഹാവ് എ ഹാർട്ട് ഓഫ് ജീസസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും ചെന്ന് പെട്ടുവാൻ കഴിയും. ജനം നമ്മളെ ബഹുമാനിക്കും. ജനത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ച് എപ്പോഴും, ഞാൻ കഴിഞ്ഞ വർഷം നവാപൂർ കൺവെൻഷൻ എനിക്ക് പോകാനൊത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം 2-3 ദിവസം അവിടെ ആയിരുന്നു. I can't explain how the people was receiving me.
കഴിഞ്ഞ വർഷം എന്നെ മിസ് ചെയ്തു എന്നുള്ള അവരുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ് വാസ്, ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്, ഐ കുഡ് ഫീൽ ദ ലവ് ഓഫ് ദ പീപ്പിൾ ഇൻ ദെയർ ഹാർട്ട്. അവർ മറ്റൊന്നും ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ നാളുകളിൽ ജനത്തിനു വേണ്ടിയത് പണമല്ല, അവർക്ക് സ്നേഹമാണ് വേണ്ടിയത്. അവരെ കരുതണം, സ്നേഹിക്കണം. ഈ ലീഡേഴ്സിനൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ മിഷൻ സ്റ്റേഷൻസൊക്കെ ട്രാൻസ്ഫോം ആയി വരും. ഈ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഹാർട്ട് വരാനായിട്ട് എന്താ കാരണം? അതായത് ഇപ്പം മസ്കറ്റിൽ പോയി ജോലി ചെയ്യാമായിരുന്നു, ആ ഒരു ജോലിയോടുള്ള ബന്ധത്തിലാണ് മസ്കറ്റിലൊക്കെ പോയത്. പക്ഷെ ആ മിഷൻ എങ്ങനെയാണ് അച്ഛൻ അകത്തേക്ക് കയറിയത്? അതെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ കർത്താവ് വരുത്തിയ പരിവർത്തനം ഒരു സമൂല പരിവർത്തനമായിരുന്നു. അത് പരിശുദ്ധാത്മാവ് നൽകി തന്ന വലിയൊരു, ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു പ്രാവശ്യം കോഴഞ്ചേരി കോളേജിൽ നിന്ന് ഒരു സഹോദരനുമായിട്ട് വാര്യാപുരം യോനാച്ചാൻ്റെ അടുത്ത് പോയി. അവിടെ എലന്തൂരിനപ്പുറത്ത് വാര്യാപുരത്ത്. ഞാൻ അവിടെ ചെന്ന് ഈ സഹോദരനെ പ്രാർത്ഥിക്കാനും വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചമണപ്പൂട്ട് ഇട്ടിരുന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന 3-4 പേര് ചുറ്റുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം ഞാൻ കൊണ്ടുചെന്ന ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്തോട്ട് ഒറ്റ ഒരു 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 വിളിയാണ്, മകനെ. ഈ ഒരു വിളി കേട്ടാൽ ആരും ഞെട്ടിപ്പോകും, സിംഹഗർജനം പോലെ. മക്കതോന്യ ശുശ്രൂഷയാൽ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. ഒറ്റ എനിക്ക് മക്കതോന്യ എന്താണെന്ന് എനിക്കറിയത്തില്ല. മക്കതോന്യ ഞാനത് കേട്ടു. ഇത് 1974 എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രവാചകന്മാരെന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി നിന്ന കർത്താവിൻ്റെ ഒരു വലിയ ദാസനായിരുന്നു വാര്യാപുരം യോനാച്ചാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കതോന്യ വിളി കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്തോയായിരുന്നു മക്കതോന്യ വിളി. ഞാൻ ആ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് അറിയാവുന്നത് എന്നോട് പറഞ്ഞു, മോനെ, ആദ്യ നൂറ്റാണ്ടിൽ ഉള്ള ഒരു സഭയായിരുന്നു, അവിടെ അവർ സുവിശേഷത്തിന് വേണ്ടി നിന്നതാണെന്നൊക്കെ എന്നോട്. എന്നാൽ ഈ കഴിഞ്ഞ 50 വർഷത്തെ എൻ്റെ ജീവിതം നോക്കിയാൽ that was the real statement or prophecy God's servant told me, Macedonian call. Yes. അച്ഛന് ഈ എനിക്ക് പേഴ്സണലി എനിക്ക് അച്ഛനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്, എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അച്ഛന് സ്വന്തമായിട്ടൊരു മിഷൻ തുടങ്ങി അതിൻ്റെ ഒരു വലിയൊരു സംഭവമായിട്ട് മാറി. അങ്ങനൊരു നിലയിലേക്ക് അച്ഛന് പോയില്ല. എന്തുകൊണ്ട് അങ്ങനെ പോയില്ല? ഇപ്പം ഫിലദൽഫിയ ബൈബിൾ കോളേജിൻ്റെ ഫൗണ്ടറായിട്ട് തോമസ് മാത്യുവിനോടൊപ്പം അച്ഛനുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അച്ഛൻ നിൽക്കുന്നു. പല വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും എക്സൽ മിനിസ്ട്രീസിനോട് ബന്ധത്തിലാണെങ്കിലും ഇങ്ങനെ പലയിടത്താണ് അച്ഛൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മിനിസ്ട്രിയും ഒക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ. അച്ഛൻ എന്താണ് അതിനുള്ളൊരു മോട്ടിവേഷൻ? എൻ്റെ ഹൃദയത്തിൽ ആദിമ സമയം തൊട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, പൊസിഷനേക്കാൾ പ്രോമിനൻസിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിസിപ്പേഷൻ. അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അത് നമ്മൾ ചെയ്യുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ്, ദൈവനാമം ഉയർത്തുവാനാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഉയർത്തിയാൽ ദൈവം നമ്മളെ ഉയർത്തും. നമ്മൾ എത്ര സംഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇവരാരും സംഘടനയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. പിന്നെ എന്തുമാത്രം സംഘടനകളുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതല്ലയോ കുറച്ചുകൂടെ നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ടതും മനസ്സിലാക്കിയതും അനുഭവിച്ചതും അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒത്തിരി പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ഈ കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് എക്സൽ മിനിസ്ട്രീസിനോട്, പ്രത്യേകിച്ച് ഞങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എക്സൽ മിനിസ്ട്രീസിനോട് കുറച്ചുകൂടെ താല്പര്യവും അടുപ്പവും ഒക്കെ ഉണ്ട്. അതിനൊരു റീസൺ ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ എക്സലിനോട് ചേർന്നതെന്ന്? ഞാൻ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ വളരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ബൈബിൾ കോളേജ് തുടങ്ങിയതിന് ശേഷം ആ ഒരു വിഷയത്തിൽ ദൈവം ഉയർച്ച തന്നു. എന്നാൽ പിന്നീട് എൻ്റെ ശ്രദ്ധ, ഞാൻ ഒറീസയിൽ പാസ്റ്റർ ജോൺ സി വർഗീസ് ശുശ്രൂഷിക്കുന്ന സ്ഥലത്തായിരുന്നപ്പോൾ
എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള ആ ശുശ്രൂഷയെക്കുറിച്ച് കൂടുതൽ ഒരു വലിയ ആഴമായ താല്പര്യമുണ്ടായി. ആ താല്പര്യത്തിൽ നിന്നാണ് ആദ്യമേ ഒറീസയിൽ ചിൽഡ്രൻസ് ഹോം തുടങ്ങുന്നത്. ഒരു സമയത്ത് 110-ലധികം ആൺകുഞ്ഞുങ്ങൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ ഒരു സമയമായപ്പോൾ. എന്നാൽ ഇന്നും ഒറീസയിൽ ബോറിഗുമായിൽ ഗേൾസ് ഹോമിൻ്റെ ഹോമുണ്ട്. അതുപോലെ തന്നെ ബെരംപൂരിൽ ഗേൾസ് ഹോം ചെറിയ ഒരെണ്ണമുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം എനിക്ക് വന്നതും അതിൻ്റെ ആവശ്യകത. അതിനുശേഷം പിന്നെ ഞാൻ ഈ എക്സൽ VBSനെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ പോസ്റ്റും അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ ശാന്തമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നത്തെ ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. 2013 ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും അൻസാർ ഒരുമിച്ച PC നാക്കിൻ്റെ കണക്റ്റിക്കറ്റ് കോൺഫറൻസിൽ അച്ഛൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ആ ബന്ധം വളർന്ന് എക്സൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാൻ എന്ന നിലയിലേക്ക് അച്ഛൻ എത്തുന്നു. എക്സൽ മിനിസ്ട്രിക്ക് ഒരു ഓഫീസില്ല, ഒത്തിരി വാടക കെട്ടിടങ്ങളൊക്കെ നടക്കുമ്പം സ്വന്തമായിട്ട് കുമ്പനാടുള്ള പുതുർ സ്വത്ത് അത് മുഴുവനായിട്ട് എക്സൽ മിനിസ്ട്രീസിന് വേണ്ടി കൊടുക്കുന്നു. പലരും ചോദിക്കുന്നത് എന്തിനാണ് ഇത് കൊടുക്കുന്നത്, നിങ്ങൾക്കിത് വിറ്റാൽ കാശ് കിട്ടത്തില്ലേ, ബാങ്കിൽ കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതിനെയൊക്കെ എങ്ങനെ അച്ഛൻ ഡിഫെൻഡ് ചെയ്തത്? പല ആളുകളും അത് ചോദിച്ചിട്ടുണ്ട്. എക്സലിന് വേണ്ടി 1 ഏക്കർ വസ്തു കുമ്മനാട് കൊടുത്തപ്പം ഇതിനെന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് വിറ്റ് ബാങ്കിലിട്ടാൽ ജീവിക്കത്തില്ല എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്, കുടുംബത്തിൽ തന്നെ കാണും. ആ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് അച്ഛൻ ഫേസ് ചെയ്തത്? ഐ ഡോണ്ട് നോ, ഈ വിഷയത്തെക്കുറിച്ച് പൊതുവിൽ സംസാരിക്കണോ എന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ചെയ്യുക എന്നുള്ളതാണ്. അത് അൺകണ്ടീഷണലായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഏറ്റവും മഹനീയമായ ഒരു ശുശ്രൂഷയാണെന്ന് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന പ്രേരണ, ഡു ദ ബെസ്റ്റ് ടു ബ്രിങ് ദം അപ്പ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ വളരെ ഒരു റെൻ്റൽ ഫെസിലിറ്റിയിൽ ഒതുങ്ങിക്കൂടി ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വേദനയുണ്ടായി. കാരണം എന്തുമാത്രം വലിയ വലിയ വീടുകൾ കാലി കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഫെസിലിറ്റികൾ അവിടെ. എന്തുകൊണ്ട് ഇത്ര മഹനീയമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ഫെസിലിറ്റി ഇല്ല എന്നുള്ള ചിന്ത വന്നപ്പോൾ ആണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റാരോടും ചോദിച്ചില്ല. അത് ചെയ്യുവാൻ ഹൃദയത്തിൽ ദൈവം തന്ന പ്രേരണയാണ്, മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെ തന്നെ അഭിമുഖീകരിച്ചു? With a good smile, I just left it. എനിക്കൊന്ന് ചില കാര്യങ്ങളൊക്കെ അച്ഛൻ ചുമ്മാ ചിരിച്ചിങ്ങനെ അല്ലേ, അതിനകത്തെല്ലാം ഉണ്ട്. With a good smile. ഓക്കെ. എക്സൽ മിനിസ്ട്രീസിന് വേണ്ടി വസ്തു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. എന്നോട് പേഴ്സണലി ആരോ ചോദിച്ചു അച്ഛനോട് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തത്. അപ്പം അച്ഛൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണ്, കാരണം കർത്താവിൻ്റെ ഇത്. പിന്നെ ഇടയ്ക്കൊന്ന് പറഞ്ഞില്ലേ അച്ഛൻ്റെ ചെറിയ പ്രായത്തിൽ അച്ഛൻ ഒരു സ്വപ്നം പോലെ, അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉയരണം, അനേകർ വരണം, അങ്ങനെയൊക്കെ എന്തോ ഒരു മനസ്സിലൊരു ആഗ്രഹവും പ്ലാനും ഒക്കെ എവിടെയോ ദൈവം തന്നൊരു കാഴ്ചപ്പാടായിരുന്നു. അത് കൂടുതലും നമ്മുടെ ഇപ്പോൾ എക്സലിൻ്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലമായിരുന്നില്ല, കുമ്പനാട് ചച്ചക്കോട് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ഡ്രീം പോലെ എൻ്റെ മനസ്സിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് സാഫല്യമായില്ലെങ്കിൽ തന്നെയും എക്സൽ അവിടെ അത് സ്ഥാപിതമായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എക്സൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം ജനറേഷനെ ഫോക്കസ് ചെയ്തിട്ട് പോകുന്നു. ഞങ്ങൾക്ക് അച്ഛനെ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്കെപ്പോഴും അച്ഛൻ മോട്ടിവേഷനാണ്. പല സമയങ്ങളിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അച്ഛൻ അത്രയും ഓടാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോഴും ആ ഒരു നല്ലൊരു വൈബിൽ മുമ്പോട്ട് ഓടാനായിട്ട് ദൈവം ബലം തരുന്നു. അപ്പോൾ ഈ എക്സൽ മിനിസ്ട്രിയെക്കുറിച്ചുള്ള ഫ്യൂച്ചറിൽ വാട്ട് ഈസ് യുവർ ഡ്രീം? എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് കൺട്രിയാണ്. എൻ്റെ അറിവനുസരിച്ച് ഏതാണ്ട് 400 million ചിൽഡ്രൻ ഓർ യങ് പീപ്പിൾ ഇൻ ദിസ് കൺട്രി. നമ്മുടെ പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്.
അതുകൊണ്ട് ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ VBS ഒക്കെ വലിയ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയ ഉണർവിന് കാരണമായി തീരും. കാരണം കുഞ്ഞുങ്ങൾ ഉണർന്നാൽ, ചെറുപ്പക്കാർ ഉണർന്നാൽ പിന്നെ ആർക്കും പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജിൽ തുടങ്ങിയ VBS ഇപ്പോൾ 15 ലാംഗ്വേജിലേക്ക് ആയിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ 300ഓളം മേജർ ലാംഗ്വേജസ് ഉണ്ട്. നമുക്കവിടെ റീച്ച് ചെയ്യണം. ആരാൽ കഴിയും? നമുക്ക് കഴിയും. ദൈവത്താൽ സകലവും സാധ്യം. അതുകൊണ്ട് എൻ്റെ വലിയ ആഗ്രഹമാണ് നമ്മുടെ ലൈഫ് ടൈമിൽ ഓൾ ദ ലാംഗ്വേജസ് ഷുഡ് ഹാവ് ദ VBS മെറ്റീരിയൽസ് ആൻഡ് അവിടെ എല്ലാം ചെന്ന് പ്രവർത്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. ഇന്നും ഈ VBSനെ ശുശ്രൂഷയായിട്ട് അംഗീകരിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒന്ന്. രണ്ട്, ഇതിനൊക്കെ എന്തിനാ പൈസ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത് ചെയ്യരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ഈ VBSൻ്റെ ഇടയിലും കുഞ്ഞുങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരോട്, സൺഡേ സ്കൂൾ അധ്യാപകരോട് എന്താ പറയാനുള്ളത്? സൺഡേ സ്കൂൾ അധ്യാപകർ വലിയ നിസ്സീമോ വർക്ക് അവർ ചെയ്യും. ഈ VBSലും സൺഡേ സ്കൂളിലും പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ മറ്റേതിനേക്കാളും വളരെ ഉദാത്തമായതും വളരെ കാമ്യമായതുമാണ്. ഞാൻ വിശ്വസിക്കുന്നു അത് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഡയറക്ടേഴ്സ്, മാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ഇവരെല്ലാം ദേ ഡിസേർവ് എ ഗ്രേറ്റർ അപ്രീസിയേഷൻ. ബിക്കോസ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ മഹനീയമായ ഒരു ശുശ്രൂഷയാണ്. അവരെ അപ്ലോഡ് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് കൊടുക്കേണ്ട കൈത്താങ്ങലൊക്കെ കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള വഴികളും ദൈവം നമുക്ക് ഒരുക്കി തരും. അത് ഒത്തിരി ആളുകൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളോട് നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സലിൻ്റെ ഈ ഹോപ്പിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും മീഡിയയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ നടക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അച്ഛൻ ഈ നോർത്തിലൊക്കെ ഒത്തിരി കുഴൽക്കിണറുകൾ കുഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റ് ബംഗാളിൽ ചെന്നപ്പം അച്ഛൻ തന്നെ കുഴിച്ച് കൊടുത്ത കുറേ കുഴൽക്കിണറുകൾ കണ്ട്. കാരണം വെള്ളമില്ലാത്ത ഏരിയയിലൊക്കെ ചില ചർച്ചുകൾ പണിത് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്, ഇമ്പാക്റ്റ് എന്താണ്? ഈ കുഴൽക്കിണർ ചില വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു ഇൻസ്പിറേഷനാണ്. ഏതാണ്ട് 85ഓളം കുഴൽക്കിണറുകൾ കുഴിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ 3-4 കുഴൽക്കിണർ ബീഹാറിൽ കുഴിച്ചു കൊടുക്കുവാനിടയായി. ഈ ആളുകൾ പറയും നിങ്ങൾ കുഴൽക്കിണർ കുഴിച്ചു കൊടുത്ത് മതം മാറ്റാൻ പോകാമെന്ന് പറയുന്നു. അവർക്ക് വെള്ളം ഇട്ട് കുടിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള? നമുക്ക് ഈ കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നത് മുഖാന്തരം നമുക്ക് ഭയങ്കര ആക്സസ്സാണ്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് അവർക്കുള്ള സ്നേഹം, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവരോടുള്ള സ്നേഹം, അവരോടുള്ള കടപ്പാടൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം ഈ കുടിവെള്ളമില്ലാത്ത അവർ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ രോഗത്തിന് കാരണമാകുന്നു. ഒത്തിരി നടന്ന് ദൂരേന്ന് പോയി വെള്ളം കൊണ്ടുവരേണ്ടി വരുന്നു. അവരുടെ കഷ്ടപ്പാടിനെല്ലാം ഒരു അറുതി വരുത്തുന്നതാണ് ഈ കുഴൽക്കിണർ. അത് എത്രയും ചെയ്യാമോ അത്രയും ചെയ്യണം. അമേരിക്കയിൽ അനേക പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഈവൻ അമേരിക്കൻസ്, അവർ they do it without any hesitation. They do it and it's one of the best way to reach out. അച്ഛൻ്റെ ഈ മിഷൻ വർക്കുകളിൽ കുഴൽക്കിണറെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് അച്ഛൻ പറഞ്ഞു. അതൊരു വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ്. അതുപോലെ വ്യത്യസ്തമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഈ മിഷൻ സ്റ്റേഷൻസും അവിടെ പ്രവർത്തിക്കുന്നവരൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആകണമെന്ന് ഒരാഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അതെങ്ങനെ സാധ്യമാവുന്നൂടെ പറയാം. അതിനുവേണ്ടി ഞാൻ പലതും പരിശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരിയെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ പരാജയപ്പെട്ടെങ്കിലും നമ്മൾ നിരാശപ്പെടുന്നില്ല. ഇത് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാൽ അവർ അത് വിശ്വസ്തയോടെ ചെയ്യുമെങ്കിൽ മാത്രമേ ഇതിന് വിജയം കണ്ടെത്താൻ കഴിയൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മഹാരാഷ്ട്രയിലുള്ള ഒരു കർത്താവിൻ്റെ ദാസന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 1,00,000 രൂപ മുടക്കി നല്ല പാല് കിട്ടുന്ന ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം വളരെ കഠിനാധ്വാനിയാണ്, ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഒരു സമയത്ത് 15 പശുക്കളും എരുമയും ഉണ്ടായിരുന്നു. 15 പശു എരുമയെന്നൊക്കെ പറയുമ്പോൾ 15 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പശുവിനെ കിട്ടി അതിനെ വേണ്ട തീറ്റയും കൊടുക്കാതെ കാര്യങ്ങളും ചെയ്യാതിരുന്നാൽ ആ പശു ഇച്ചിരി കഴിയുമ്പം ചത്തും പോകും, പിന്നെ പ്രയോജനമില്ല, നമ്മുടെ മുടക്കിയ പൈസയും പോകും. പക്ഷേ ഈ മനുഷ്യൻ വളരെ അധ്വാനിച്ചു, ദൈവം വലിയ പ്രതിഫലം കൊടുത്തു. ആ സഭയ്ക്ക് അത് വലിയ അനുഗ്രഹമായി തീർന്നു, ആ കുടുംബത്തിന് അത് അനുഗ്രഹമായി തീർന്നു.
വേറൊരു കാര്യം, ഈ മനുഷ്യൻ എല്ലാ വർഷവും ഞാൻ നവാപൂർ കൺവെൻഷന് വരുമ്പോൾ ഒരു 10,000 രൂപ എൻ്റെ കൈ കൊണ്ടു തരും, ദശാംശം. ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ കൊണ്ടുവരുന്ന. അപ്പോൾ മനസ്സുണ്ടോ, ഹൃദയമുണ്ടോ, എല്ലാം സാധിക്കും. പക്ഷേങ്കിൽ ഞാൻ ചെയ്ത പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. ആൾക്കാരുടെ ആത്മാർത്ഥത കുറവുകൊണ്ടും അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ ക്രിസ്തു ഭക്തർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷകരൊക്കെ ഇവരൊക്കെ കഠിനാധ്വാനികളായിരിക്കണമെന്ന്. ചുമ്മാതെ ഞായറാഴ്ചത്തെ ഒരു പ്രസംഗം കൊണ്ട് നിർത്തുന്ന പരിപാടി നിർത്തണം. എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്റർ എം ജോസഫ് 11 മക്കളെ വളർത്തി. എന്നാൽ പകൽ മുഴുവൻ കൃഷിസ്ഥലത്ത് അധ്വാനിക്കും. വൈകുന്നേരമാകുമ്പോൾ പുള്ളി നടത്തുന്ന സഭയിൽ പോയി ശുശ്രൂഷിക്കും. തിരിച്ചു വന്നിട്ട് നിലാവുണ്ടെങ്കിൽ കല്ല് വെട്ടുമായിരുന്നു, വെട്ടുകല്ല് വെട്ടിയെടുക്കും. എന്താ? അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ 99 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. പുള്ളിയാണ് എൻ്റെ റോൾ മോഡൽ. ഹി ഈസ് മൈ റോൾ മോഡൽ. ഐ ഓൾവേസ് ലുക്ക് ടു ഹിം, ലുക്ക് ഹിസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അപ്പോൾ ഈ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം എന്നോട് ചോദിച്ചതുകൊണ്ട് ഈ കർത്താവിൻ്റെ വേലക്കാരൊക്കെ ഇവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷെങ്കിൽ ഇവർ പലരും ഉദാസീനരാണ്. അവർ മൺഡേ മുതൽ ഫ്രൈഡേ സാറ്റർഡേ വരെ 1-2 ഓരോ മീറ്റിങ്ങോ വല്ലതും നടത്തി അതിനകത്ത് അങ്ങ് ഒതുങ്ങിക്കൂടും. മിഷൻ ഫീൽഡിലും കേരളത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. സോ അതല്ല, നമുക്ക് കഴിഞ്ഞ ദിവസം ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു. നാഗാലാൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ഡോക്ടർ ഫിന്നി ഫിലിപ്പുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരു ഭയങ്കര എൻട്രപ്രണറൂടാണ്. അന്നേരം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറയുക, ഒരു പോൾട്രി ഫാം ഉണ്ട്, 10,000 കോഴി, ഒരു ദിവസം 8,000 മുട്ടയാ എടുക്കുന്നത്, ഒറ്റ ദിവസം. എനിക്കൊന്ന് പോയി കാണണമെന്നുണ്ട്. കാരണം ആളിനെ കണ്ട വേറും ഇങ്ങനെ ഇരിക്കുന്നു, ആരും പറയത്തില്ല ഈ മനുഷ്യൻ ഇങ്ങനെയുള്ളതാണെന്ന്. പക്ഷെങ്കിൽ ദൈവം അവനെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഇടയിൽ ജോലി ചെയ്യരുത്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ലെന്നൊക്കെ ഒരു തെറ്റായ കാഴ്ചപ്പാട് പ്രചരിച്ചിട്ടുണ്ട്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുകിൽ ജോലിക്കാരനാണ്, കർത്താവിൻ്റെ വേലക്കാരനാണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 7 ദിവസവും ജോലി ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഒരു പ്രവൃത്തി കൂടെ ചെയ്യുക, കർത്താവിൻ്റെ വേല കൂടെ ചെയ്യണം. അച്ഛന് ഈ കൊഴൽക്കിണറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ആൾക്കാരെ എൻട്രി ചെയ്യാനായിട്ട്, സെൽഫ് സഫിഷ്യൻ്റ് ആകാനായിട്ട് ആൾക്കാരെ ഒരു എൻകറേജ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ പരാജയം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ലോങ് റണ്ണിൽ ആൾക്കാർക്കത് മുമ്പോട്ട് പോകാനും മിനിസ്ട്രി കുറച്ച് നമ്മുടെ മിഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി സെൽഫ് സഫിഷ്യൻറ്റ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അതിനെന്ത് പദ്ധതിയാണെങ്കിൽ നമ്മൾ ചിലത് പരാജയപ്പെടും, പക്ഷെങ്കിൽ ചിലതിൽ നമുക്ക് വിജയം കണ്ടെത്തും. എവിടെ വിജയം കണ്ടെത്തുന്നു, മൂവ് ഫോർവേഡ്. ഈ സാധാരണയായിട്ട് അച്ചായനെ ഞങ്ങൾ ആദ്യം കാണുന്നത് PCNA കോൺഫറൻസിലെ ബുക്ക് സ്റ്റാളിൽ ബുക്ക് വിൽക്കുക. നമ്മുടെ ഇടയിൽ ഈ ബുക്ക് വിൽക്കാൻ ഒരു സുവിശേഷം ഇറങ്ങിക്കുന്ന നാണംകേടും ലജ്ജാകരം ഒക്കെ ആയിട്ട് ആളുകൾ കാണുന്നത്. പിന്നെ ഒത്തിരി വേദികളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ വിറ്റും ബുക്കുകൾ വിറ്റും ഒക്കെയാണ് ഈ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് പലരും പല പ്രതികരണമുണ്ട്. ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞങ്ങളും അതിനകത്ത് ഇൻവോൾവായിരുന്നു. പുസ്തകമൊക്കെ ചുമ്മി എടുത്ത് കെട്ടി കോൺഫറൻസ് നടക്കുന്നിടത്ത് പോകുന്നു. ആളുകൾ ഓർക്കുന്നത് ഇതൊക്കെ വീട്ടിലെ പുട്ടടിക്കാനാന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പാഷൻ അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വിറ്റിട്ട് അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യുക, എനിക്കറിയാം ഒത്തിരി ആളുകൾ നമ്മളോടൊപ്പം സഹകരിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഉണ്ടായത്? ഇത് അപ്പോസ്തലനായ പൗലോസ്, ഹി വാസ് എ ടെന്റ് മേക്കർ. പൗലോസ് ഏറ്റവും വലിയ എഴുത്തുകാരൻ, പ്രസംഗികൻ, പക്ഷെങ്കിൽ ടെന്റ് മേക്കർ ആയിരുന്നു. അത് ഫോളോ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ മാന്യതയുണ്ട്. ഇപ്പം എന്നെ ചിലർ പരോക്ഷമായിട്ട് വിളിച്ചിട്ടുണ്ട്, ആ ബുക്ക് കച്ചവടക്കാരൻ. എടാ, ഞാൻ ചെയ്ത ബുക്കെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, ബൈബിള്. ഞാനും എൻ്റെ വൈഫ് മോളിയും കൂടെ ഒരു പക്ഷെങ്കിൽ ഒരു 100,000 ബൈബിളെങ്കിലും വിറ്റിട്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടോ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൈ തൊട്ട് ഈ പോയതൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്.
ഈ കഴിഞ്ഞൊരു കോൺഫറൻസിൽ ബാബുച്ചെറിയൻ പാസ്റ്റർ തമ്പിയങ്ങളുടെ ഈ പുസ്തകത്തിൽ വിൽക്കുന്നതിനെ കുറിച്ചൊന്ന് കോട്ട് ചെയ്തായിരുന്നു. ആ സംഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരു ദിവസം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ഒരു ശനിയാഴ്ച രാത്രിയിലത്തെ ആ മേജർ മീറ്റിങ്ങിൽ അവിടെ ഇരിക്കുമ്പം പെട്ടെന്ന് എൻ്റെ പേര് പറയും. ഞാനങ്ങ് അതിശയിക്കും, ഇതെന്തൊരു കാര്യമാണ്. ഇവിടെ ബുക്ക് ഷോപ്പിലാണെന്നോ? ഞാൻ ആ ബുക്ക് സ്റ്റോറിൻ്റെ അവിടെ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, എനിക്കൊരു മനുഷ്യനെ അറിയാം, തമ്പി മാത്യു എന്നും പറഞ്ഞു. ഇറ്റ് വാസ് ഷോക്ക് ടു മീ. പക്ഷേ അദ്ദേഹം പോസിറ്റീവായിട്ട് ചില കാര്യങ്ങളോട് പറഞ്ഞപ്പം ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേസ്. യുനോ, നീ അല്ല മറ്റുള്ളവൻ നിന്നെ പുകഴ്ത്തട്ട് എന്നുള്ള ദൈവവചനം, യുനോ, അത് പ്രാവർത്തികമായിട്ട് എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഞാനും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. കാരണം പുസ്തകം വിൽക്കുന്നതിൻ്റെ പുറകിലെ ചേതോ വികാരം എന്താണെന്നുള്ളത് ബാബുച്ചെറിയൻ പാസ്റ്റർ വേദിയിൽ പറഞ്ഞപ്പം അറിയാതെ എൻ്റെയും കണ്ണ് നിറഞ്ഞു പോയി. കാരണം എനിക്കറിയാം അനേകർക്കത് പ്രയോജനമാകുന്നുണ്ടല്ലോ എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. എത്ര വർഷമായിട്ട് അച്ഛൻ ഈ ബുക്ക് സ്റ്റോളിൻ്റെ പ്രവർത്തനങ്ങൾ? അത് ഏതാണ്ട് ഞാൻ അറ്റ്ലാന്റയിൽ മൂവ് ചെയ്ത സമയം മുതലാണ്. ഏതാണ്ട് 25 വർഷമായി. 25 വർഷമായിട്ട് എല്ലാ കോൺഫറൻസിലും അച്ഛൻ പോകും? മിസ്സായ കോൺഫറൻസ് തീരെ കുറവാണ്. PCNAC except one, I have gone to all of them, almost 33, 32. PCNAC-ന്റെ ആണോ അതോ ചർച്ച് ഓഫ് ഗോഡിന്റെ ആണോ ഒരു കോൺഫറൻസിന്റെ കൺവീനറായിട്ട്? PCNAC-ന്റെ കൺവീനറായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2008 ആയിത്തീർന്നു. 2010 ചർച്ച് ഓഫ് ഗോഡിന്റെ നാക്കോഗിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊന്നും സാരമുള്ള കാര്യമല്ല. അത് ഒത്തിരി ദൂരം വാഹനം ഓടിച്ച് യാത്ര ചെയ്യാറുണ്ടല്ലോ ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ പലരും പറയാറുണ്ട്, എന്തിനാ ഇത്രയും കിലോമീറ്റർ, 10-15 കഴിഞ്ഞ വർഷങ്ങളിൽ അൻസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. അപ്പം 10-15 മണിക്കൂറുകൾ വാഹനം ഓടിക്കുക. അപ്പം അതും കർത്താവിൻ്റെ വേലയുടെ ഭാഗമാണ്. വാഹനം ഓടിക്കുന്നത് എനിക്ക് വലിയൊരു പാഷനാണ്. പ്രത്യേകിച്ച് തന്നെയാണെങ്കിൽ കൂടുതൽ എനിക്ക് എൻജോയബിളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ വാസ്തവത്തിൽ അതൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വണ്ടി ഓടിച്ചു പോകുമ്പം ഐ ആം ഇൻ റിയൽ കോൺവെർസേഷൻ വിത്ത് ദ ലോർഡ് ആൻഡ് വി കൈൻഡ് ഓഫ് കർത്താവ് എന്നോട് കൂടെ നടന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും. അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിച്ചും പാട്ടുപാടിയും ഒക്കെ പോകുമ്പം ഒരു ഭയങ്കര ജോയ് അതിനകത്ത്. ഈ ദീർഘദൂരം വണ്ടി ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ദൈവകൃപയാലൊന്നുമില്ല. പിന്നെ രാത്രിയിൽ നമ്മൾ പ്രായമാകുന്നെന്നാ പറയുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ ഓടിക്കുന്നത് ഇപ്പം കുറയ്ക്കും. എന്നാലും പകല് നോ പ്രോബ്ലം. ഇടയ്ക്ക് ഒരു ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇച്ചിരി ഡൗൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് എനിക്കൊന്ന് ഏറ്റവും ഡൗണായ ഒരു സമയത്ത് ചില മെസ്സേജൊക്കെ എനിക്ക് അയച്ചാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന് സ്റ്റെൻറ്റ് ഇട്ടു. അത് അത്യാവശ്യം വയ്യാതൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പറയാമോ? ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിലുള്ള 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 സ്റ്റെൻറ്റ് ഇട്ടു. ആ സ്റ്റെൻറ്റ് ഇട്ടപ്പോൾ അത് കോംപ്ലിക്കേറ്റഡായി. ഇവിടെ എൻ്റെ സ്റ്റെൻറ്റ് ഇട്ട ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ഓൾമോസ്റ്റ് ഐ ലോസ്റ്റ് മൈ ലൈഫ്. പക്ഷെങ്കിൽ ആ ക്ലോട്ട് എടുത്ത് കളഞ്ഞ് പിന്നെ 10 ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ചീത്ത തോന്നി. ഞാൻ 1.5 മാസത്തോളം എൻ്റെ കാലനക്കാൻ വയ്യാതെ ഒരേ കിടപ്പിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചെന്നു, കർത്താവേ, എനിക്ക് ഇനിയും ഓടേണ്ടതില്ലയോ? ഇത് 2016 എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇനി എനിക്ക് ഒത്തിരി ഓടേണ്ടതില്ലയോ, എൻ്റെ കാലിങ്ങനെ ആയാൽ ഒക്കത്തില്ലല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിൽ അല്പം ഭാരം വന്നു. പക്ഷെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, കർത്താവിനെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. അതിനുശേഷം നേരത്തെ ഓടിയതിൽ കൂടുതൽ ഓടുവാൻ കൃപ തന്നു. പിന്നെ 2018 or 19 or 20 once again I had to go. ഇപ്പം 4 സ്റ്റെൻറ്റ് കിടപ്പുണ്ട്. ഇനിയൊന്നും ഇടേണ്ടി വരത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഇത്രയും നടത്തി. അച്ഛൻ ഈ മിഷൻ ഫീൽഡും മിഷൻ വർക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒത്തിരി സ്റ്റേറ്റുകളിൽ യാത്രയാണ്. ഏതൊക്കെ സ്റ്റേറ്റുകളിൽ അച്ഛൻ്റെ കാൽപാദങ്ങൾ വെച്ചിട്ടുണ്ട്? അത് തീരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നോർത്തിലോട്ടും എക്സ്ട്രീം നോർത്തിലോട്ടും നോർത്ത് ഈസ്റ്റിലോട്ടും കാര്യമായിട്ട് പോയിട്ടില്ല. എന്നാൽ ബാക്കി സ്ഥലങ്ങളൊക്കെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ബംഗ്ലാദേശ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. പാകിസ്ഥാനിൽ 2 പ്രാവശ്യം പോയി. പിന്നെ ഞാനത് നിർത്തിവെക്കേണ്ടി വന്നു ബിക്കോസ് ഓഫ് സം ഇഷ്യൂസ്. അതുകൊണ്ട് നേപ്പാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നല്ലൊരു ചിൽഡ്രൻസ് സെൻ്ററുണ്ട്. അവിടെ
എല്ലാ ആഴ്ചയിലും 2-3 ദിവസം 200-ലധികം കുഞ്ഞുങ്ങൾ കൂടി വന്ന് അവർ കർത്താവിൻ്റെ മഹത്വം കരയറ്റുന്നു. പ്രെയർ സെൽസ് ഉണ്ട്, ചർച്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒത്തിരി ചലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. അത് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള ചലഞ്ചസ്, നമുക്ക് പിന്നെ മിനിസ്ട്രി എന്ന് പറഞ്ഞ സാധനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിലയിൽ നമ്മൾ താഴെ ഡൗൺ ആകുന്ന നിലയിലുള്ള ചലഞ്ചസാണ് അച്ഛൻ നേരിട്ടിട്ടുള്ളത്. എന്നാൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരല്പം പോലും അതിൽ നിന്ന് മാറിപ്പോകാതെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം അച്ഛനെ ഉപയോഗിച്ചു. അപ്പം ആ അനുഭവങ്ങൾ, എന്തെല്ലാം ചലഞ്ചസുകൾ നേരിട്ടു, അതിനെ എങ്ങനെ മുമ്പോട്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു? എൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷം എൻ്റെ വൈഫിന് വളരെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു. അത് വളരെയധികം ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും സുവിശേഷീകരണത്തിൻ്റെ വിഷയത്തിൽ അത് ഞങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് നിന്നിട്ടില്ല. അത് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ വൈഫിനെ ഇട്ടിട്ട് എങ്ങും പോകാൻ ഒക്കത്തില്ല, അതുപോലുള്ളൊരു സാഹചര്യം. എന്നാൽ അവിടെ ദൈവം കൃപ തന്നു. പ്രത്യേകിച്ച് ഒരു അതിർ കടന്ന വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യനും വിട്ടിട്ട് പോകത്തില്ല, അതുപോലുള്ള സാഹചര്യമായിരുന്നു. എന്നാൽ അവിടെയും ദൈവം അത്ഭുതമായിട്ട് നടത്തി. ഞങ്ങൾ മസ്കറ്റിൽ നല്ല പൊസിഷനിലും നല്ല സ്ഥാനത്തുമൊക്കെ ഇരുന്നു. അമേരിക്കയിൽ വന്നു. എൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ കൊണ്ടുവന്നത്. എന്നാൽ ഞാൻ ന്യൂജേഴ്സിയിൽ താമസിക്കാതെ നേരെ ടെന്നസിയിലോട്ട് പോവുകയായിരുന്നു. ടെന്നസിയിൽ പോയി സെമിനാരിയിൽ ചേർന്നു 4 കുഞ്ഞുങ്ങളുമായിട്ട്. എത്ര വർഷം പഠിച്ചു സെമിനാരിയിൽ? 4 വർഷം. 4 വർഷം പഠിച്ചു. സെമിനാരിയിൽ 4 വർഷം പഠിച്ചു. അപ്പോൾ ഞാൻ മസ്കറ്റിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നിട്ട് വീടൊക്കെ വാങ്ങിച്ചു. ലോൺ ഉണ്ടായിരുന്നു, ബട്ട് വീട് വാങ്ങിച്ചു. അതിനുശേഷം 4 കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ സെമിനാരി ജീവിതം എന്ന് പറയുന്നത് യു ക്യാൻ ഇമാജിൻ, ഇറ്റ്സ് നോട്ട് ഈസി. അതിൻ്റെ മധ്യത്തിൽ ചില സമയങ്ങളൊക്കെ ഫൈനാൻഷ്യലായിട്ട് ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എന്നാൽ എനിക്കൊന്നറിയാം, അന്ന് കരം പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തത. ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്. ഞാൻ ഒരു ഷൂസ് 4 വർഷം ഉപയോഗിച്ചു. ആ സമയത്ത് ഒറ്റ ഷൂസ്, ആ ഷൂസ് 4 വർഷം ഉപയോഗിച്ചു. അങ്ങനെ വളരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നുപോയ സമയങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവം ശക്തമായിട്ട് നടത്തി എന്നുള്ളതാണ്. വേറൊരു കാര്യം, ആ സമയങ്ങളിലാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച സമയങ്ങൾ അതൊക്കെ എന്ന് പറയുന്നത്. അന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ തീരെ കുഞ്ഞുങ്ങളാണ്. എന്നാൽ അവരെ എല്ലാം ദൈവം പരിപാലിച്ചു. അവർക്കെല്ലാം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ കർത്താവ് കൃപ തന്നു. അവർ ഇന്ന് എൻ്റെ മിഷന് ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സാണ്. ചലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോളി ആൻറ്റിയുടെ കാര്യം ചലഞ്ചസ് പറഞ്ഞു. റീസെൻ്റായിട്ട് മോളുടെ വിഷയമുണ്ടായി. ആൻറ്റി ഇപ്പോൾ വയ്യാതെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ആൻറ്റിക്ക് ഒരാളുടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒരു മിഷൻ്റെ അവിടെ വരാനും ആൾക്കാരിലേക്ക് പോകാനും ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന മീറ്റിങ്ങുകളിലൊക്കെ ആ എൻകറേജ്മെൻറ്റും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ആ വേർഡുകളൊക്കെ ഒരു എക്സ്ട്രീംലി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാൾ, ആ അനുഭവങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് കഷ്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. നമ്മൾ വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്, പക്ഷെങ്കിൽ പ്രവൃത്തിയിൽ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ ഇടയായിത്തീരണം. എൻ്റെ മകളുടെ വിയോഗം ജീവിതത്തിൽ വലിയ ഒരു ബിഗ്ഗസ്റ്റ് ബ്ലോ ആയിരുന്നു. 15 വർഷം ഞാൻ അവളെ കരുതി കൊണ്ടു നടന്ന് ട്രീറ്റ് ചെയ്ത് ഇന്ത്യയിൽ പല പ്രാവശ്യം കടന്നു വന്നു, ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. അവൾ വളരെ സൗഖ്യമുള്ളവളായിട്ടാണ്. ആ സമയത്താണ് പ്രിയ ജോസിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ECT ചെയ്യേണ്ടി വന്നു. ECT ചെയ്തത് മുഖാന്തരം
ഒത്തിരി സഫർ ചെയ്തു. അതിൻ്റെ മധ്യത്തിൽ ആണ് സംഭവ വികാസങ്ങളുണ്ടായത്. എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുന്നതിനിടയായി തീർന്നു. പ്രിസില്ലയ്ക്ക് എത്ര വയസ്സുള്ളൂ മരിക്കുമ്പോൾ? 33.5 വയസ്സ്. 2 വർഷം മുമ്പല്ലേ? 3 വർഷം മുമ്പ്. 3 വർഷമായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് മോളെ എല്ലായിടത്തും കൊണ്ടുപോവുകയും മിഷൻ ഫീൽഡിലൊക്കെ കൊണ്ടുപോകുകയും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. 3 ആൺമക്കൾ, അതിനുശേഷം ദൈവം തന്ന ഒരു പെൺകുഞ്ഞ്. അവള് മിഷൻ ഭയങ്കര പാഷനായിരുന്നു. ഒരു സൗത്ത് അമേരിക്കയിലെ ഒരു മിഷണറി ആകണം എന്നുള്ളായിരുന്നു അവിടെ ആഗ്രഹം. അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലെ മിഷണറി ആകാൻ വേണ്ടിയുള്ള ആഗ്രഹം ഓണർ സ്റ്റുഡൻ്റായിട്ടാണ് 12th പാസ്സായത്. അതിനുശേഷം ബൈബിൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അവളെ $23,000 ലോൺ എടുത്തിട്ട് ഞാൻ അവളെ ഐ സെൻറ്റ് ഹെർ ടു ദ ബൈബിൾ കോളേജ്. ആ ബൈബിൾ കോളേജിൽ ആ വർഷം 1ാം വർഷം അവസാനമാകുന്ന സമയത്താണ് സിവിയർലി ഷി വാസ് അഫക്റ്റഡ് വിത്ത് ഡിപ്രസീവ് സിറ്റുവേഷൻ. അത് നമ്മുടെ ഈ ക്രിസ്തീയ സമൂഹത്തിൽ പലരും പല വിധത്തിൽ ഇതിനെ, പക്ഷെങ്കിൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെൻ്റൽ ഡിസോർഡർ that happens in an individual's life. She was a passionate great missionary, that I can tell you. അവൾ എവിടെ പോയാലും കർത്താവിനെ കുറിച്ച് എല്ലാവരോടും പറയുമായിരുന്നു. ഒരു വാൾമാർട്ടിൽ പോയി കൗണ്ടറിൽ വന്ന് കാഷ്യറെ കണ്ടു കഴിയുമ്പോൾ അവിടെ പോക്കറ്റിൽ എന്തെങ്കിലും കാണും, എടുത്തു കൊടുക്കും. അവർ ജീസസ് ലവ്സ് യു, സ്മൈൽ. അന്നേരം ഞാൻ പലപ്പോഴും മോളോട് ചോദിച്ചപ്പോഴൊക്കെ അവൾ എന്നോട് പറഞ്ഞു, ഡാഡ്, they are standing there 8 hours. Nobody tells them thank you, but at least we should tell a thank you and to give them an encouragement. That was ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, അവളുടെ കയ്യിൽ പൈസ ഒന്നുമില്ലെങ്കിലും അവള് ആരെങ്കിലും ആവശ്യക്കാർ കണ്ടാൽ ഉള്ളത് മുഴുവൻ എടുത്തു കൊടുക്കുമായിരുന്നു. ഞങ്ങൾ വളരെ കഷ്ടത്തിൽ കൂടി പോകുന്ന സമയത്ത് ഇവൾക്ക് ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ പ്രെയർ ഗ്രൂപ്പിൽ ഒരു 10, 15, 18 പിള്ളേരൊക്കെ വീട്ടിൽ വരും. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ആഹാരത്തിന് വേണ്ടി ബെയർലി വി വെയർ മേക്കിംഗ് ഇറ്റ്. പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം 10, 18 പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പം വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. അവള് ഷീ വാസ് സച്ച് എ പാഷനേറ്റ് പേഴ്സൺ ടു ഡു ഗോഡ്സ് വർക്ക്. ആൻഡ് പീപ്പിൾ ക്യാൻ ജഡ്ജ് യു, ബട്ട് ഐ നോ വേർ ഷീ ഈസ് ആൻഡ് ഐ എം വെരി കോൺഫിഡൻറ്റ്. അതിനെങ്ങനെ തരണം ചെയ്തു? കാരണം ഏറ്റവും തകർച്ചയുള്ളൊരു അവസ്ഥയായിരുന്നു. ഈ പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ തരണം ചെയ്തത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹം, ക്രിസ്തുവിൽ ഉള്ള പ്രത്യാശ ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല നീണ്ടും. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. സോ ഞങ്ങൾ ഇതിലൊന്നും പതറിപ്പോകുന്നില്ല. കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, നഗ്നതയാകട്ടെ, ആപത്തോ വാളോ എന്തു തന്നെ ആകട്ടെ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇതിലൊന്നും പതറിപ്പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നോട് കൂടെ നിൽക്കുന്ന ആയിരങ്ങൾ അന്നല്ല ഇന്നും എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അത് ഞാൻ ഈ പ്രാവശ്യം പീസിനാക്കി നിന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. എത്ര പേരാ വന്നു പറയുന്നത്, തമ്പി ബ്രദറെ, തമ്പി പാസ്റ്ററെ, ഞങ്ങൾ അന്നല്ല ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത് ഐ എൻജോയ് ഇറ്റ്, ഐ റിസീവ് ഇറ്റ്. ഈ ചർച്ച് വളരെ സപ്പോർട്ടാണ് പാസ്റ്റർക്ക് പല കാര്യങ്ങളിലും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക്? ഞങ്ങളുടെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു കാൽവറി അസംബ്ലി അറ്റ്ലാന്റ. എന്നാൽ പാസ്റ്റർ ഷിബു തോമസ് അവിടെ ശുശ്രൂഷകനായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളുടെ സഭ വളർന്നു. ഇന്ന് 140-150 ഫാമിലീസ് ഉണ്ട്. 400 മെമ്പേഴ്സുള്ള ചർച്ച്, ഫുള്ളി പെയ്ഡ് ചർച്ച് എല്ലാമുണ്ട്. ആ ചർച്ചിലെ പ്രിയപ്പെട്ടവരെല്ലാം വളരെ സപ്പോർട്ടീവാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അതിശയോക്തിയൊന്നും കൂടരുത്. മോളി ഹോസ്പിറ്റലായതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 14 മാസമായി, 15 മാസമായി. വെരി റെയർലി വി കുക്ക് ഇൻ അവർ ഹോം. ദിസ് ചർച്ച് ആൻഡ് ദ ബിലീവേഴ്സ്, നോട്ട് എവരിബഡി ബട്ട് ദോസ് ഹു ക്യാൻ, അവർ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ട ആഹാരം തരികയും
ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരികയും ചെയ്തു. സംടൈംസ് ഐ ആസ്ക് why? It is not because of anything, because of the love towards Jesus Christ. ഇതൊരു വലിയ കുടുംബമാണെന്നേ. ഈ കുടുംബത്തിലെ ഒരംഗം കഷ്ടപ്പെടുമ്പോൾ എല്ലാ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ബോഡി ഈസ് സഫറിങ്. അതിനകത്ത് ഒരു വലിയ വിജയമാണ് ദൈവം തരുന്നത്. സോ ഐ ക്യാൻ ടെൽ യു, നമ്മുടെ ഒരു കൂട്ടു സഹോദരിയോ സഹോദരനോ കഷ്ടപ്പെടുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ പഠിക്കണം. എന്നെ ചേർത്ത് നിർത്തിയ അനേകരുണ്ട്. അവരെയെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മോളിയാൻറ്റി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ടോട്ടലി ബെഡ് ആയിരുന്നു, മരണാസന്നയായി അല്ലെങ്കിൽ മരിച്ചു എന്ന് ചിന്തിച്ച വെന്റിലേറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്പോർട്ടിലൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ആ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് അച്ഛൻ ധൈര്യം? 3 പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടു. ദൈവം വിടുവിച്ചു. സംസാരിക്കാൻ ശേഷിയില്ലായിരുന്നു. 24 hours ഓക്സിജൻ വേണമായിരുന്നു. ബ്രെയിൻ ഡാമേജ് ഉണ്ടായിരുന്നു. ഒരു പാദം പോലും, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇതിനെല്ലാം ദൈവം മാറ്റം വരുത്തി. ഓക്സിജൻ ഒരു മിനിറ്റ് പോലും എടുക്കാതെ വണ്ണം ശ്വസിക്കുവാൻ കൃപ തന്നു, സംസാരിക്കുവാൻ കൃപ കൊടുത്തു. അതുപോലെ എല്ലാ വിഷയത്തിലും ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഇനിയും ഒറ്റ കാര്യം, ഐ ബിലീവ് നടക്കുമ്പോൾ ബാലൻസ് ഇല്ല, അത് തിരിച്ച് കിട്ടും. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഈ റൂമിൽ വന്ന് കർത്താവിൻ്റെ സാക്ഷിയാകും. പ്രതിസന്ധി നേരിടുന്ന ഒത്തിരി ആളുകളുണ്ട്. രോഗികളായിട്ട് കിടക്കുന്നവർ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ വേർപെട്ടു പോയി, അങ്ങനെ നിരാശപ്പെടുന്നവരുണ്ട്. അവരോട് പറയാനുള്ള ഒരു എൻകറേജിങ് വേർഡ് എന്താണ്? നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ അതൊരു വാഗ്ദത്തമാണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കണം. എൻ്റെ മകളുടെ വിയോഗത്തിൽ ദുഃഖം പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും കൈവിടാത്ത യേശു എപ്പോഴും കൂടെ നടക്കും. എൻ്റെ കഴിഞ്ഞ 14 മാസം എനിക്ക് വീട് വിട്ടു പോകാനൊക്കാത്ത സാഹചര്യമായിരുന്നെങ്കിലും ഞാൻ വിശ്വാസത്താലാണ് ഈ പ്രാവശ്യം ഇറങ്ങിയത്. പക്ഷെങ്കിൽ ഐ ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ എവ്രിതിങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാജുവേഷൻ നടക്കാനിടയായി തീർന്നു. 40ഓളം യൗവനക്കാർ ഗ്രാജുവേറ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നു. അതുപോലെ ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ചില ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ എല്ലാം കാണാനിടയായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തെ നോക്കി നമ്മൾ ഭയപ്പെടുകയോ അതിനെ ഓർത്ത് ചിന്തിക്കുകയല്ല വേണ്ടത്. പിന്നെയോ ദൈവത്തിൻ്റെ മുൻപോട്ടുള്ള പദ്ധതികളെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടാനുള്ളതായ ധൈര്യം ഏറ്റെടുക്കാൻ വേണ്ടി. മോളിയാൻറ്റിയുടെ ഈ രോഗാവസ്ഥ ഞങ്ങളറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും, ടീം എക്സലിലെ എല്ലാ ആൾക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളോട് വിളിച്ചിങ്ങനെ ചോദിക്കും, അപ്ഡേഷൻ ഇങ്ങനെ ചോദിക്കും. അപ്പം എന്നോട് പെങ്ങൾ പറഞ്ഞത് ഒരു ഹോപ്പില്ല എന്നുള്ള ഇതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ സമയത്തും ഒരു സാധ്യത കാണുന്നില്ല. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം വന്നവിടെ ആൻറ്റിയെ കണ്ടപ്പം ഞാൻ ചിന്തിച്ചു, എന്നോട് എൻ്റെ പെങ്ങളെ കസിൻ സിസ്റ്റർ പറഞ്ഞത് ഒരു ഹോപ്പും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഫോട്ടോയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ദൈവമേ, എങ്ങനെയാണ് ദൈവം ആൻറ്റിയെ മടക്കി വരുത്തി ആ ഒരു അത്ഭുത സാക്ഷി. ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലാതെ ഒന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. അവിടെ ഹാർട്ട് ഡോക്ടർ 3 മാസം ശുശ്രൂഷിച്ച ഹാർട്ടിൻ്റെ ഡോക്ടർ ജോണ് കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റ് കണ്ടപ്പം, മിസ്സസ് മാത്യു, ഐ ട്രീറ്റഡ് യു 3 months. We as a team thought you will never make it. Then he said, you are a miracle. Yes. That is it. Yes. അത് ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലാതെ അതൊരു മഹാത്ഭുതം എന്ന് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോഴും ആൻറ്റിയെ കണ്ടു. നമ്മളിങ്ങനെ ഒരു പാട്ട് പാടുന്നില്ലേ, കൈവിടുകില്ലീ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ. അപ്പോൾ കൈവിടുകയില്ലെന്ന് പറഞ്ഞ അരുമനാഥൻ വാക്ക് പറഞ്ഞവനാ, മാറത്തില്ല. അച്ഛൻ്റെ ആ ഫെയ്ത്ത് ഞാനിങ്ങനെ അടുത്ത വർഷം വരും. അത് ഇതിന് മുമ്പാണെങ്കിലും അച്ഛൻ പറയുമായിരുന്നു, ഈ ബെഡിൽ കിടക്കുമ്പോഴും ഒരു ഹോപ്പ് ഇല്ലാതിരിക്കുമ്പോഴും അച്ഛൻ പറയും അവൾ വരും. ആ ഒരു വേർഡ്
അത് there is power in our word. യെസ്, നമ്മൾ നമ്മുടെ പ്രശ്നത്തെ നോക്കി അയ്യോ പോയി, അയ്യോ അങ്ങനായി, അതാ, നോ. എവ്രി ടൈം നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി, എൻ്റെ എന്തിനാ ദൈവവചനം എന്താ പറഞ്ഞത്? എൻ്റെ ദൈവത്താൽ സകലവും സാധ്യം, അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറയുമ്പം അതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുക്കണമെന്ന്. ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെ ആ ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. എന്തുകൊണ്ട് നമ്മൾ യുനോ നമ്മുടെ ബ്ലൈൻഡ് ഫെയ്ത്ത് ഷുഡ് ബി അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ് ആൻഡ് ഹിസ് വിൽ. അച്ഛനെ ദൈവം മക്കളെ 4 പേരെ തന്നു. പ്രിസില ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ മറ്റു മക്കൾ 3 പേരും, ജോൺസണും ജെൻസനും പീറ്റേഴ്സണും, അവരെല്ലാം വളരെ കോപ്പറേറ്റീവാണ്, അല്ലെ അച്ഛൻ്റെ കൂടെ ഉണ്ട് ഈ കാര്യങ്ങളിൽ. അവരെക്കുറിച്ച് ഒരു വാക്കൊന്ന് ഓർപ്പിക്കാമോ? എൻ്റെ മൂത്ത മകൻ ജോൺസൺ, എൻ്റെ മോള് ക്രിസി, കുഞ്ഞുങ്ങൾ 2 പേര്. അവർ സൈലൻ്റായിട്ട് പുറകിൽ നിന്ന് ഞങ്ങളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ മൂത്ത മകൻ. ദശാംശമൊക്കെ അവർ തരുന്നത് അതൊക്കെ പബ്ലിക്കിൽ അവർ ദേ ഡു ദ ബെസ്റ്റ്. അവർ രണ്ടാമത്തെ മകൻ പീറ്റർ എന്ന മോൻ്റെ വൈഫാണ് അക്സ. അക്സ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലും കർത്താവ് അവരെ നടത്തുന്നു. മൂന്നാമത്തെ മകൻ ഡോക്ടർ ജെൻസൺ, വൈഫ് റേച്ചൽ, അവരും സുവിശേഷീകരണത്തിൽ പിതാവിനോടൊപ്പം കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. 3 ആൺമക്കൾക്കും 2 കുഞ്ഞുങ്ങൾ വീതമുണ്ട്. എന്നാൽ പീറ്ററിന് ദൈവം അനുവദിച്ചാൽ ഒരു ആൺകുഞ്ഞൂടെ വരുന്നു. അപ്പോൾ അവരെയൊക്കെ കർത്താവ് നടത്തുന്നു. ജോസിയും പ്രിസില്ലയുടെ കുഞ്ഞുങ്ങൾ, അവർ 2 കുഞ്ഞുങ്ങളും ഭവനത്തിലുണ്ട്. അലിയ മോള് 6 വയസ്സ് കഴിഞ്ഞു. ആഷ്ലിൻ മോള് 3.5 വയസ്സായി. അവർ they are the joy and crown in my life. അച്ഛൻ അവരുടെ കൂടെ കിടന്ന് ചാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുഞ്ഞിൻ്റെ പ്രാർത്ഥന അച്ഛൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. അലിയമോടെ അവൾ മമ്മിയെ സ്രോതി കാണാമെന്നൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ അത് കാണുകയൊക്കെ ചെയ്തായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു റിയലായിട്ടൊരു ഹോപ്പുണ്ടോ? അവർക്കറിയാമോ അവരെ അമ്മ മിസ് ചെയ്യുന്നു? മൂത്ത മോള് അലിയാമോക്ക് നന്നായി അറിയാം. കാരണം അവൾ അമ്മയുടെ കൂടെ വളർന്നതാണ് 3 വർഷം. എന്നാൽ കുഞ്ഞ് 6 മാസം ഉള്ളായിരുന്നു മോള്. അവൾ മമ്മി പോകുമ്പോൾ അവൾക്ക് എല്ലാം അറിയത്തില്ല. പക്ഷേ ഇപ്പം അവൾക്കും അറിയായി വരുന്നുണ്ട്. ഞങ്ങൾ പതിയെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവളുടെ ആ പ്രാർത്ഥന എന്തുവായിരുന്നു? 2 വാക്കിൽ ചെന്നതൊന്നു. അവൾ പ്രാർത്ഥിച്ചത്, ഐ നോ മൈ മാം ഈസ് ഇൻ ഹെവൻ. ഐ പ്രേ ദാറ്റ് ഷീ വിൽ കം ബാക്ക് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് അസ് ആൻഡ് വി വിൽ ഹാവ് ടൈം ടുഗദർ. അമ്മ സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ അമ്മ ഇവിടെ വന്ന് ഞങ്ങളോടുകൂടെ സമയം സ്പെൻഡ് ചെയ്താൽ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് കുഞ്ഞ് പറഞ്ഞത്. അത് കേട്ട പലരെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിറയാതിരിക്കത്തില്ല. നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ സമയമായിട്ട് അച്ഛൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അച്ഛന് പ്രത്യേകമായിട്ട് ഈ കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷകരെന്ന നിലയിൽ ഞങ്ങളോട്, എന്നോടും ബിനുസാറിനോടും ഒക്കെ പറയാനുള്ള, ഞങ്ങളെപ്പോലെയുള്ള മറ്റൊത്തിരി ആളുകൾ നിൽക്കുന്ന എന്ത് അഡ്വൈസാണ് തരാം? ഏത് വിഷയമുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിൽ ഒരു വാക്ക് വായിക്കുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഒരിക്കലും ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം. തമ്പി മാത്യു മാറിപ്പോകും, മറ്റു വ്യക്തികളൊക്കെ മാറിപ്പോകും. പക്ഷെങ്കിൽ മാറ്റപ്പെടാത്ത, എന്നും സ്ഥിരമായി നിൽക്കുന്ന ദൈവവചനം, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു നല്ല സമയമായിരുന്നു തമ്പിശാനുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ്റെ ആ ഹൃദയം ഞങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു. അത് തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഓരോ സമയവും ഞാൻ അച്ഛനുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്, ഒരു മോട്ടിവേഷനാണ്. അത് കൂടുതൽ ഓടാനുള്ള ആ ഒരു ബലം കൂടുതൽ ചെയ്യാൻ. ഞാൻ ഈ യാത്ര പോയപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു. അതെന്നെ ഒത്തിരി അങ്ങ് ടച്ച് ചെയ്തു. അവർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്, അങ്കിളിനെ ഒന്ന് കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്.
സന്തോഷമല്ല, ഒരു ഇൻസ്പിറേഷനും ഒരു തോന്നുന്നു. ഞാൻ ദൈവസന്നിധി താഴ്ത്തി, ദൈവമേ അങ്ങനെ എന്നെ ആക്കി തീർത്തതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ ഒന്നുകൂടെ താഴ്ത്താനിടയായി തീർന്നു. അത് അങ്ങനെ ആയതിൽ ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റി. ഇനി ഞാൻ ദൈവത്തോട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കർത്താവേ അതിനൊരു വ്യതിയാനം വരാതെ വണ്ണം, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി നിർത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അച്ഛൻ്റെതായിട്ടുള്ള ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പം വെൽ ഡ്രസ്ഡ് ആയിരിക്കും, ഒന്നുമില്ലെങ്കിലും ആക്റ്റീവ് ആയിരിക്കും എല്ലാ സമയത്തും. ഇപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്കറിയാം അച്ഛൻ 2 സ്റ്റെപ്പ് നോക്കുമ്പോൾ ഞാൻ 1.5 സ്റ്റെപ്പേ എത്തത്തുള്ളൂ, അത്രയ്ക്ക് വേഗത്തിലാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ ആ ഡിസിപ്ലിൻ? സുവിശേഷകരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ പല സുവിശേഷകരോട് ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട്, മോനെ നീ അങ്ങ് പൊക്കോ, ഞാൻ അങ്ങ് വന്നേക്കാമെന്ന് എന്നോട് പറയാറുണ്ട്. അത് ചെറുപ്പത്തിലേ. അല്ല, നമുക്ക് എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഞാൻ ഇനി നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ തുണിയൊക്കെ നല്ല തുണിയൊക്കെ ഇട്ടൊക്കെ നടക്കുന്നെങ്കിലും എൻ്റെ ഒത്തിരി തുണിയൊക്കെ പുത്തനൊന്നുമല്ല കേട്ടോ. അവിടെ അമേരിക്കയിൽ ഒരു സിസ്റ്റം ഉണ്ട്, ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയും. യൂസ്ഡ് ക്ലോത്ത്സ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി തുണികളൊക്കെ വാങ്ങിക്കും. ഒത്തിരി തുണികൾ ഞാൻ അങ്ങനെ അയക്കും, അതും ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പക്ഷേ കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമോ ഞങ്ങളുടെ ചർച്ചിൽ ചെറുപ്പക്കാരെല്ലാം കൂടെ വോട്ടിട്ടു ദ ബെസ്റ്റ് ഡ്രസ്ഡ് മാൻ ഇൻ ദ ചർച്ച്. അവർ സെലക്ട് ചെയ്തത് എന്നെയാ. സോ അത് നമ്മൾ ഉള്ളത് കൊണ്ട് നന്നായി നടക്കണം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ എപ്പോഴും യു പ്രസന്റ് യുവർ സെൽഫ്. അത് പ്രസന്റ് യുവർ സെൽഫ് എന്ന് പറയുമ്പം നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ എല്ലാ കാര്യത്തിലും മാന്യമായി അത് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. കാരണം പല മേഖലയിൽ ശുശ്രൂഷ യാത്ര ചെയ്യുമ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എനിക്കൊരു മോട്ടിവേഷനാണ്. എൻ്റെ പേഴ്സണലി എനിക്കറിയാം, എൻ്റെ മിനിസ്ട്രി തന്നെ എനിക്ക് ഒരു പടിയൂടെ മുന്നോട്ട് പോകാനായിട്ട് പ്രിയ തമ്പിച്ചാൻ കാരണമായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഇന്നിങ്ങനെ സമയം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് എക്സൽ മിനിസ്ട്രി എന്താണോ അതിന് കാരണവും പ്രിയ തമ്പിയങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് കടപ്പാട് നന്ദിയുമുണ്ട്. എനിക്കറിയാം അതുപോലെ പറയാൻ കഴിയുന്ന ഒത്തിരി ആളുകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുണ്ട്. പഠിപ്പിച്ച കുഞ്ഞുങ്ങളുണ്ട്, കല്യാണം കഴിക്കാൻ സഹായിച്ച, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ കൊടുത്ത, അങ്ങനെ ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതെല്ലാം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഇമ്പാക്റ്റാണ്, റിസൾട്ടാണ്. ഇനിയും അതുപോലുള്ള 100 കണക്കിന് ആളുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു അല്പസമയം ഞങ്ങളോടൊപ്പം ആ ഹൃദയം പങ്കുവയ്ക്കാൻ ചെലവഴിച്ച ഈ സമയത്തിന് പ്രത്യേകം നന്ദി ഞാൻ പ്രത്യേകം പറയുവാണ്. ദൈവം ധാരാളമായിട്ട് അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട്. ഇന്ത്യയിൽ ധാരാളം കാര്യം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പിന്നെയും മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടാനുള്ള ബലം കാലുകൾക്ക് തരട്ടെ, മനസ്സിന് തരട്ടെ, ആ യൗവനം സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ദൈവം അവസരം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും ആൻറ്റിയും മക്കളെയും ഒക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എക്സൽ മിനിസ്ട്രീസ് എന്ന നിലയിൽ ഞങ്ങളുടെ പ്രാർത്ഥന, ഓരോ കുടുംബ പ്രാർത്ഥനയിലും എല്ലാ ദിവസവും ആ പേര് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മാത്രമല്ല, അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ ഒരു പ്രാർത്ഥനയിൽ അതുണ്ട് എന്നുള്ളതും ഓർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ആദരവിന്, സ്നേഹത്തിന് എല്ലാം വളരെ നന്ദിയുണ്ട്. എല്ലാത്തിനും കാരണഭൂതൻ കർത്താവാണ്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ നമ്മളൊരു വെസലാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധം ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ കർത്താവ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് സകല മാനവും മഹത്വവും കർത്താവിന് മാത്രം. പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു മാത്രം. അതേ എനിക്ക് പറയാനുള്ളൂ. അച്ഛൻ്റെ ഒത്തിരി അനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ബിൻസാർ തന്നെ എഴുതിയ പുസ്തകമാണ് യേശുയെ സ്നേഹിച്ച സുവിശേഷ പോരാളി എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പം അത് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർക്ക്, ഇത് ഒത്തിരി ജനറേഷന് ഇൻസ്പിറേഷനാകും. അത് വായിക്കുന്നവർക്ക് ഒത്തിരി ഇൻസ്പിറേഷനാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you so much. Thank you so much. God bless you. Thank you. God bless you.